ഹൈറേഞ്ച് മേഖല അന്ത്യോക്യ വിശ്വാസ തീർത്ഥയാത്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ കോതമംഗലം എൽദോമോർ ബെസേലിയോസ് ബാവായുടെ കബറിങ്കലേക്ക് നടക്കുന്ന 41ാമത് ഹൈറേഞ്ച് മേഖല കാൽനട തീർത്ഥയാത്ര 30-ാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത അറിയിച്ചു. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കാൽനട തീർത്ഥയാത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 30/9/2024 തിങ്കളാഴ്ച രാവിലെ 6:30 കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥയാത്ര ആരംഭിച്ച് ആനക്കാപ്പെട്ടി വഴി മൂന്നാറിൽ എത്തിച്ചേരും. രാവിലെ 7 മണിക്ക് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി നെടുങ്കണ്ടത്ത് നിന്നും തീർത്ഥയാത്ര ആരംഭിക്കും. വിവിധ പള്ളികളിൽ നിന്നും തീർത്ഥാടകർ ഒത്തുചേർന്ന് വൈകുന്നേരം 7 മണിക്ക് രാജകുമാരി ടൗണിൽ രഥത്തോടൊപ്പം തീർത്ഥയാത്ര, പ്രചരണ ഘോഷയാത്ര എന്നിവ നടക്കും. വൈകുന്നേരം 7 മണിക്ക് അടിമാലി ടൗണിൽ രഥത്തോടൊപ്പം തീർത്ഥയാത്ര, പ്രചരണ ഘോഷയാത്ര എന്നിവ നടക്കും. 1/10/2024 ചൊവ്വാഴ്ച രാവിലെ 4:30 ചാലങ്കുന്ന് സെന്റ് ജോർജ് ചർച്ച് ശാന്തമ്പാറ, തൊട്ടിക്കാനം സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും, മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും, മാങ്ങാത്തൊട്ടി മോർ ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നും, രാജകുമാരി സെന്റ് ജോൺസ് പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര ആരംഭിക്കും. 7 മണിക്ക് രാജകുമാരി മോർ ബെസേലിയോസ് ചാപ്പലിൽ നിന്നും തീർത്ഥാടകരുമായി ചേർന്ന് 12 മണിയോടെ വെള്ളത്തുവൽ സെന്റ് ജോർജ് പള്ളിയിലെത്തി തീർത്ഥയാത്ര തുടരും. രാവിലെ 7 മണിക്ക് തോപ്രാംകുടി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സെന്റ് ജോർജ് മുരിക്കാശ്ശേരി പള്ളിയിൽ നിന്നുമുള്ള തീർത്ഥാടകരുമായി ചേർന്ന് 11 കമ്പിളികണ്ടം സെന്റ് മേരീസ് പള്ളിയിലെത്തി തീർത്ഥയാത്ര തുടരും. വൈകുന്നേരം 3:30 1000 ഏക്കർ സെന്റ് ജോർജ് പള്ളിത്താഴത്ത് എത്തുകയും വൈകുന്നേരം 6 മണിക്ക് അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലെത്തി പ്രാർത്ഥന, ഭക്ഷണം, വിശ്രമം. 1-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 7 പെരുമ്പംകുത്ത് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും വിശുദ്ധ കുർബാനാന്തരം ആരംഭിക്കുന്ന തീർത്ഥയാത്ര 2 മണിയോടെ ഇരിട്ടുകാനം ടൗണിലെത്തുന്നു. 8 മണിക്ക് പള്ളിവാസലിൽ നിന്നും വിശുദ്ധ കുർബാനയോടെ തീർത്ഥയാത്ര ആരംഭിച്ച് ആനച്ചാൽ സെന്റ് മേരീസ് പള്ളിയിലെത്തുന്നു. തുടർന്ന് വിവിധ പള്ളികളിൽ നിന്നുള്ള തീർത്ഥാടകരുമായി ചേർന്ന് 4 മണിക്ക് കൂമ്പമ്പാറ സെന്റ് ജോർജ് പള്ളിയിലും തുടർന്ന് 6 മണിയോടെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലും എത്തി സന്ധ്യാപ്രാർത്ഥന, ഭക്ഷണം, വിശ്രമം എന്നിങ്ങനെയാണ് ഒരുക്കങ്ങൾ. JSSLC അവാർഡ് വിതരണവും അന്നേ ദിവസം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത അറിയിച്ചു. 1-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതി അതിരാവിലെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് അവിടെ നിന്ന് കാൽനട തീർത്ഥയാത്രയായി അനേകം ആളുകളുടെ സഹായത്തിലും സഹകരണത്തിലും കാൽനട തീർത്ഥയാത്ര ആരംഭിച്ച് പോരുന്ന വഴിക്കുള്ള പള്ളികൾ വിസിറ്റ് ചെയ്ത് അടിമാലി കത്തീഡ്രൽ വലിയ പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിച്ച് രാത്രി ഇവിടെ അരമനയിലും കത്തീഡ്രൽ പള്ളിയിലും വിശ്രമിച്ച് വീണ്ടും രാവിലെ 2-ാം തീയതി രാവിലെ ഈ തീർത്ഥയാത്ര തുടരുകയാണ്. തുടർന്ന് 2/10/2024 ബുധനാഴ്ച രാവിലെ 2 മണിക്ക് അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തീർത്ഥയാത്ര ആരംഭിക്കുന്നു. തുടർന്ന് മച്ചിപ്ലാവ് സെന്റ് ജോർജ് പള്ളിത്താഴം, 14-ാം മൈൽ മോർ ഇഗ്നാത്തിയോസ് പള്ളിത്താഴം, പടിക്കപ്പ് ബെസേലിയോസ് കുരിശുംതൊട്ടിയിൽ നിന്നും വളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി, മോർ ബെസേലിയോസ് പള്ളി, മാമലക്കണ്ടം, പഴംപിളിച്ചാൽ മോർ ബെസേലിയോസ് പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകരുമായി ചേർന്ന് വിവിധ പള്ളികളിൽ നിന്നുമുള്ള തീർത്ഥാടകരുമായി ചേർന്ന് 3 മണിയോടെ കുത്തുകുഴി മാരമംഗലം സെന്റ് ജോർജ് പള്ളിയുടെ മോർ ബെസേലിയോസ് കുരിശുംതൊട്ടിയിലെത്തി ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹൈറേഞ്ചിൽ നിന്നുള്ള 41ാമത് തീർത്ഥയാത്രയുടെ സ്മരണാർത്ഥം 41 പതാകകൾ വഹിച്ചുകൊണ്ടുള്ള പതാക പ്രയാണം നടക്കും. തുടർന്ന് 4 മണിയോടെ കോഴിപ്പള്ളി കവലയിൽ സ്വീകരണവും 5 മണിക്ക് പരിശുദ്ധ പിതാവിന്റെ തൃക്കബറിങ്കലെത്തിച്ചേർന്ന് പ്രാർത്ഥിച്ച് വഴിപാടർപ്പിച്ച് പിരിയുമെന്നും കാൽനട തീർത്ഥയാത്രാ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ഫാദർ ഐസക് അബ്രഹാം മേനോത്തുമാലിൽ, സെക്രട്ടറി ഫാദർ ഡോക്ടർ PV റെജി പാലക്കാടൻ, കൺവീനർ MP വർഗീസ് മോളത്ത്, ട്രഷറർ PJ ജോസഫ് പടിപ്പുരിക്കൽ, കമ്മിറ്റി അംഗങ്ങളായ KM കുര്യാക്കോസ് കുറ്റിച്ചിറക്കുടിയിൽ, സിനോപോൾ കോപ്പുഴിയിൽ, ജോയിന്റ് സെക്രട്ടറി വർഗീസ് മാത്യു മുള്ളഞ്ചിറയിൽ, വത്സൻ KK കോറുകാട്ടിൽ, ബേസിൽ മുടവനാപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.